2026 വർഷഫലം. ചിത്തിര നക്ഷത്രക്കാര് പകുതി ഈ കന്നിയിലും അരഭാഗം തുലാത്തിലുമാണ് വരുന്നത്. അപ്പോൾ കന്നിയിൽ പെടുന്ന ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കൊരു നല്ല ഫലമാണ് ഈ ഒരു വർഷം വരുന്നത്. ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം വ്യാഴം 11-ലാണ് വരുന്നത്. 11-ലെ വ്യാഴം എപ്പോഴും ലാഭത്തെ തരുന്നു. പിന്നെ ഈ തുലാം രാശിയിലാണെങ്കിൽ വ്യാഴം 9-ൽ നിൽക്കുകയായിരുന്നു. ആ 9-ൽ നിന്ന് 10-ലേക്ക് വരുന്നു. അതും നല്ല തന്നെയാണ്. 9-ൽ നിന്ന് 10-ലേക്ക് വരുമ്പോൾ വ്യാഴത്തിന് ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൂറിൽ പെടുന്ന ചിത്തിര നക്ഷത്രക്കാർക്കും നല്ല ഒരു ഫലമാണ് ഈ ഒരു വർഷം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുതിയ കാര്യങ്ങളിലേക്കും എന്തിനു പുറപ്പെടുമ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവാം. ശിവൻ്റെ അമ്പലത്തിൽ പിൻവിളക്ക് മുൻവിളക്ക് ധാര, കൂവളത്തിന്മാല അർച്ചന, അതൊക്കെ ചെയ്യുക. ചെറിയ ചെറിയ അർച്ചനകളും പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അതാണ് ചിത്തിര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിൽ പെടുന്നവർക്കായാലും തുലാക്കൂറിൽ പെടുന്നവരായാലും.